ജിയോണും ഉൺഹോയും കൂടി ചേർന്നിട്ട് ഇപ്പോൾ വൂവിന്റെ ഇവന്റിനൊക്കെ പങ്കെടുക്കുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ വു ജിയോണിനേക്കാളും കൂടുതലായിട്ടൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് ഹൈജിനെയാണ്. ഹൈജിനും വു ഈയിടെയായിട്ട് എനിക്ക് ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്യാറുള്ളത് കൊണ്ടാണ് ഞാനും വു ഇൻവൈറ്റ് ചെയ്ത പ്രകാരം ഇവിടെ എത്തിയിട്ടുള്ളതെന്നൊക്കെ അവരോടായിട്ട് പറയുന്നുമുണ്ട്. നേരത്തെ ജിയോന്റെ അടുത്ത് ഒരാളെ ജോലിക്ക് എടുക്കണമെന്നൊക്കെ വു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അയാൾക്ക് ജോലിയൊക്കെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു വു ഈ ഒരു ഇവന്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് കൂടാതെ തന്നെ ഇതിനെ ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹൈജിനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഹൈജിനെ വു ഒരുപാട് പുകഴ്ത്തുന്നുമുണ്ട്. വുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെ അടുത്ത് ജിയോണിന് വിവാഹം കഴിക്കുവാനായിട്ട് സാധിക്കുന്ന രീതിക്കുള്ള ഒരാളെയൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാമോ എന്നൊക്കെ വു ചോദിക്കുമ്പോഴത്തേക്കും ഏത് രീതിക്കുള്ള ആളെയൊക്കെയാണ് ജിയോണിന് ആവശ്യമായിട്ടുള്ളതെന്നൊക്കെ അയാളും ചോദിക്കുന്നൊക്കെയുണ്ട്. ഹെഡ് ഹണ്ടേഴ്സ് ഒക്കെ കണക്കാണ്. അവർക്ക് കൂടുതൽ കമ്മീഷനൊക്കെ കിട്ടുന്നത് ആരുടെ കയ്യിൽ നിന്നുമാണോ ആ ഒരു വ്യക്തിനെ ആയിരിക്കും അവരും ജോലിക്കൊക്കെ എടുക്കുവാനായിട്ട് റെക്കമെൻഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ജിയോണിനെ കളിയാക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നു. പക്ഷേ ജിയോണിനും അവരുടെ കൂടെ അങ്ങനെ നിൽക്കുവാനായിട്ട് താല്പര്യമുണ്ടായിരുന്നില്ല. എനിക്ക് മറ്റൊരു മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ജിയോൺ പോകാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും നീയും നിന്റെ സ്ഥാനമൊക്കെ അറിഞ്ഞിട്ട് വേണം പെരുമാറുവാൻ. നീയും ഈ ഇവന്റ് കഴിയാതെ ഇവിടെ നിന്ന് പോകാനായിട്ട് പാടില്ല എന്നൊക്കെ വുവും ജിയോന്റെ അടുത്തായിട്ട് പറയുന്നു. മാത്രല്ല അവൾക്ക് കുടിക്കുവാനായിട്ട് ഡ്രിങ്ക്സ് ഒഴിച്ച് കൊടുക്കാൻ കൂടി വു പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ജിയോണും ആ ഒരു ഡ്രിങ്ക്സ് ഒന്നും തന്നെ കുടിക്കാതെയൊക്കെ അവിടെ തന്നെ വെക്കുന്നു. വുവിനും അതത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് ഓൺഹോയും അതിനിടയ്ക്കൊക്കെ കേറിയിട്ട് എനിക്കൊരു മിസ്റ്റേക്ക് ഒക്കെ പറ്റിയതാണ്. ഈ ഇവന്റിന്റെ സമയത്ത് തന്നെ അവൾക്കൊരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇവളെയും കൂട്ടിക്കൊണ്ട് മീറ്റിങ്ങിനൊക്കെ പോവുകയാണെന്ന് പറഞ്ഞ് അവനും ഇടപെടുകയാണ്. ഞാൻ ജിയോന്റെ സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്നൊക്കെ ആയിരുന്നു ഓൺഹോയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു എപ്പിസോഡൊക്കെ അവസാനിച്ചിട്ട് അടുത്ത എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഈ ഒരു സമയത്ത് ഓൺഹോയും ജിയോണും കൂടി ചേർന്നിട്ട് ആ ഒരു ഇവന്റ് ഒക്കെ നടക്കുന്ന സ്ഥലത്ത് നിന്നും ഇറങ്ങിയൊക്കെ പോന്നിട്ടുണ്ടായിരുന്നു. നീ എന്തിനാണ് ഞങ്ങളുടെ ഇടയ്ക്ക് ഇടപെടുവാനായിട്ടൊക്കെ എത്തിയത്? എനിക്കും ഈ ഒരു കാര്യങ്ങളൊന്നും തന്നെ ഹാൻഡിൽ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണോ നീ കരുതിയതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജിയോണും ഓൺഹോയുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും നിന്നെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് എന്റെ ഉത്തരവാദിത്വം. അത് ചെയ്യുവാനായിട്ടാണ് ഞാൻ ശ്രമിച്ചത്. പിന്നെ നീയും പെർഫെക്റ്റ് ആക്കുവാനായിട്ട് നോക്കേണ്ട കാര്യം ഒന്നും തന്നെയില്ല. നീ എങ്ങനെയാണെങ്കിലും നിന്നെ ഞാൻ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാണെന്നുള്ള രീതിക്കൊക്കെ ആയിരുന്നു ഓൺഹോയും സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവരും ഒന്നിച്ച് വീട്ടിലേക്കൊക്കെ മടങ്ങിയെത്തിയിട്ട് റൊമാൻസ് ഒക്കെ ചെയ്യുന്നു. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും കൂടി ഒന്നിച്ച് ലിഫ്റ്റിലൊക്കെ നിൽക്കുന്ന സമയത്തും ജൂൺ ഉൺഹോയുടെ കയ്യിലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ജൂൺ വളരെ സീരിയസ് ആയിട്ടൊക്കെ അഭിനയിക്കുകയായിരുന്നെങ്കിൽ പോലും അവൾ ശരിക്കും സീരിയസ് ആണെന്നാണ് ബാക്കിയുള്ള എംപ്ലോയീസ് എല്ലാം തന്നെ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പ്രൊജക്ട് ഒക്കെ ക്യാൻസൽ ആയി പോയോ എന്ന് പോലും അവരും സംശയിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അവൾ ചിരിച്ചു കളിച്ചൊക്കെ വരുന്നത് മിയായി മാത്രമായിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. ജഹ്ഹോണും ഇപ്പോൾ ജിയോണിനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുന്നു. അവനും ഇന്നലെ നടന്ന സംഭവങ്ങൾക്കെല്ലാം തന്നെ ക്ഷമയൊക്കെ ചോദിക്കുകയാണ്. നിനക്ക് എന്റെ അച്ഛന്റെ സ്വഭാവമൊക്കെ അറിയാമല്ലോ എന്ന് വെച്ച് നീ അച്ഛനെ ശത്രുക്കളുടെ കൂട്ടത്തിലൊന്നും കൂട്ടേണ്ട കാര്യമില്ല. അച്ഛന്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട്, നമുക്കും അതൊക്കെ ഉപകാരപ്പെടും. നീയും അച്ഛനെ യൂസ് ചെയ്ത് മുന്നോട്ടൊക്കെ പോവുക. പിന്നെ ഇപ്പോഴും നിനക്ക് ഉൺഹോ ഒരു സെക്രട്ടറി മാത്രമാണോ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും ഞങ്ങളും ഡേറ്റ് അയക്കുകയാണെന്നുള്ള ഒരു മറുപടിക്ക് അവളും കൊടുക്കുന്നു. ജൂൺ അടുത്തൊരു പ്രൊജക്ട് ഒക്കെ കിട്ടുകയാണ്. നെക്സ്റ്റ് എന്ന കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു സിഒനെ കൊടുക്കുക എന്നതാണ് അവരുടെ പ്രൊജക്ട്. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന സിഒ ഒന്നും തന്നെ അത്രയ്ക്ക് കൊള്ളില്ലാത്തത് കൊണ്ട് തന്നെ സിഒനൊക്കെ മാറ്റി മാറ്റിയായിരുന്നു അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതാണ് കമ്പനി ഇതുവരെ തകരാറിലേക്ക് ആക്കുവാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണവും. ഈ ഒരു സമയത്ത് ജൂണിനെതിരായിട്ടൊക്കെ നിൽക്കുന്നത് ഹൈജിനാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും സിഒനെ കൊടുക്കുക എന്നൊരു ടാസ്ക് ഒക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ജിയോന്റെയും ഹൈച്ചിന്റെയും കമ്പനീസ് റെക്കമെൻഡ് ചെയ്യുന്ന സിഒയിൽ നിന്നുമായിരിക്കും ഒരു സിഒനൊക്കെ സെലക്ട് ചെയ്യുക. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ജിയോന്റെ ഇമേജിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രൊജക്ട് ഒക്കെയാണ്. നിലവിൽ കമ്പനിയെ ബാധിച്ചിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ സോൾവ് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സിഒനെ വേണമെന്ന രീതിക്ക് മാത്രമാണ് അവരും സംസാരിക്കുന്നത്. ജിയോന്റെ കമ്പനിയാണോ അതോ ഹൈച്ചിന്റെ കമ്പനിയാണോ അവർക്ക് വേണ്ട സിഒനൊക്കെ സെലക്ട് ചെയ്യുന്നത്, അതൊക്കെ അനുസരിച്ചായിരിക്കും ആ ഒരു കമ്പനീനെ അവരുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സെർച്ച് ഫോം ഒക്കെ ആക്കി മാറ്റുക. ഓൺഹോയും ജിയോണും ഒന്നിച്ചൊക്കെ നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും നിങ്ങൾ ഇങ്ങനെ എപ്പോഴും ഒന്നിച്ചൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു കപ്പിളൊക്കെ ആണെന്ന് എല്ലാവരും തന്നെ തെറ്റിദ്ധരിക്കുന്നതായിരിക്കും എന്നൊക്കെയാണ് ഹൈജിൻ പറയുന്നത്. അത് കൂടാതെ നീ വൂവിന്റെ ഇവന്റിലൊക്കെ വന്നിട്ട് വൂവിനെ തന്നെ അപമാനിച്ചൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. വൂ നൽകിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നിനക്ക് ഒരിക്കലും ഇതുപോലത്തെ ഒരു കമ്പനി ഒന്നും ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല എന്നൊക്കെ ജിയോണിനോട് പറഞ്ഞതിന് ശേഷം ഉൻഹോയുടെ അടുത്ത് നീയും ജിയോണിനെ ഒരുപാട് പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിനക്കും ജിയോന്റെ ശരിക്കുമുള്ള സ്വഭാവം ഒന്നും തന്നെ അറിയുകയില്ല എന്നൊക്കെ ഹൈജിന് പറഞ്ഞ് നടന്നു പോകുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും എനിക്ക് ജിയോന്റെ സ്വഭാവമൊക്കെ നന്നായി തന്നെ അറിയാമെന്ന് പറഞ്ഞ് ഉൻഹോയും അവളുടെ ഓരോ ക്യാരക്ടറെ കുറിച്ച് സ്പെഷ്യൽ ആയിട്ടൊക്കെ എടുത്തു പറയുന്നു. അത് കൂടാതെ എല്ലാ തവണയും നീ കളക്കളിയൊക്കെ കളിക്കുവാനായിട്ടല്ലേ ശ്രമിക്കുന്നത്, ഈ ഒരു തവണയെങ്കിലും നീ മര്യാദയ്ക്ക് മുന്നോട്ടൊക്കെ പോകുമെന്ന് ഞാൻ കരുതുന്നു എന്നൊരു മറുപടിക്ക് ഉൻഹോയും കൊടുക്കുന്നു.
നെക്സ്റ്റ് എന്ന കമ്പനി ജിയോണിനെ ഹൈജിനെയും അവരുടെ സിയോനെ കണ്ടുപിടിക്കാനുള്ള ദൗത്യമൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ വു മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കും എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ കണ്ടറിയാമെന്നൊക്കെ വു പറയുന്നത് ഇപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന ചെങ്ഹുണും കേൾക്കുന്നു. ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാരെ നീ ഉപദ്രവിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. നീ അത് ഇതോടെ നിർത്തണം. അത് കൂടാതെ ജിയോണിനെ നീ ഉപദ്രവിക്കുന്നത് ഞാൻ ഒരിക്കലും നോക്കി നിൽക്കുകയില്ല എന്നൊക്കെ ചെഹോൺ സംസാരിക്കുമ്പോഴത്തേക്കും നിന്നെ ജിയോന്റെ കമ്പനിയിലേക്ക് ഞാൻ ജോലിക്ക് അയച്ചത് പോലും ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിക്കാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് അവളെ നേരത്തെ പോലെ എന്റെ മരുമകളാക്കണമെന്ന് ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റും അവസാനിച്ചിരിക്കുന്നു. ഞാനും അവളെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നു. നീയും അവളുടെ കൂടെയൊക്കെ നിൽക്കുവാനായിട്ടാണ് തീരുമാനിച്ചതെങ്കിൽ നിന്നെയും എനിക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുമെന്ന രീതിക്കൊക്കെയാണ് വോവും സംസാരിക്കുന്നത്. പക്ഷെ അതൊക്കെ കേട്ട് ആകെ വിഷമിച്ചിട്ടുണ്ടായിരുന്ന ജഗ്ഗോണും ഞാൻ ഒരിക്കലും എന്റെ ചേട്ടനെ പോലെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നൊക്കെ പോവുകയാണ്. അങ്ങനെ അവൻ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നത് ഓഫീസിലേക്കായിരുന്നു. ഓഫീസിലിരുന്ന് വർക്കൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന ഉൺഹോനെ കൂട്ടിക്കൊണ്ടൊക്കെ ഇപ്പോൾ അവനും ബാറിലൊക്കെ പോകുന്നു. ജിയോണിനെ നിനക്ക് ഇഷ്ടമാണോ എന്നൊക്കെ ജഹൂൺ ഉൺഹോയോട് ചോദിക്കുന്ന സമയത്ത് അതേന്നൊരു മറുപടിയൊക്കെ അവൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നീയും എന്നാൽ അവളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും. എന്റെ അച്ഛൻ കുറച്ച് ഭീകരനൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അവളെ പ്രൊട്ടക്ട് ചെയ്യാമെന്നതായിരുന്നു എന്റെ ഉദ്ദേശം. പക്ഷെ അവൾക്ക് നിന്നെയാണ് ഇഷ്ടമെന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നീ വേണം ഇനി അവളെ പ്രൊട്ടക്ട് ചെയ്യുവാൻ. അതുകൂടാതെ നീയും എന്റെ ഒപ്പം മഞ്ജുഗുസ്തിയൊക്കെ മത്സരിക്കണമെന്നൊക്കെ ചെഹോൺ പറയുമ്പോഴത്തേക്കും ഉൺഹോയും അവന്റെ കൂടെയൊക്കെ കൂടുന്നു. ഒരുപാട് ആൾക്കാര് രണ്ടുപേരെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒടുവിലായിട്ട് ഉൺഹോയും ചെറുതായിട്ടൊന്ന് താന്നൊക്കെ കൊടുത്തിട്ട് ചെഹോൺ ജയിച്ച് കഴിയുമ്പോഴത്തേക്കും അവനും ഒരുപാട് സന്തോഷിക്കുന്നു. പിന്നീട് ബാറിൽ നിന്നുമൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് ചെഹൂണും മൊത്തത്തിൽ മദ്യപിച്ച് ആകെ ക്ഷീണിച്ചൊക്കെയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ അവനോട് വീട് എവിടെയാണെന്ന് ചോദിച്ചിട്ടൊന്നും തന്നെ വ്യക്തമായിട്ടുള്ള മറുപടി അവൻ കൊടുക്കാത്തത് കൊണ്ട് ഇപ്പോൾ ഉൺഹോയും അവനെ കൂട്ടിക്കൊണ്ട് ഉൺഹോയുടെ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. അവിടെ എത്തി കഴിയുമ്പോൾ തന്നെ ജഹൂണും സിഹുണയൊക്കെ കാണുന്നുണ്ട്. അവനും ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ കൂടെയും കൂടുന്നു. ലിഫ്റ്റിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഉൺഹോ ഇനി പൊക്കോ, എനിക്ക് സിഹുണൊക്കെ കൂട്ടുണ്ടല്ലോ, ഞാനും അവളുടെ കൂടെ മദ്യപിക്കുവാനായിട്ടൊക്കെ പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെഹൂണും സംസാരിക്കുന്നു. പക്ഷെ സിഹുണും നൈസായിട്ട് മുങ്ങുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായി തന്നെ അവൾ ഇറങ്ങുന്ന അതേ ഫ്ലോറിലൊക്കെ അവനും ഇറങ്ങിയിട്ട് അവളുടെ വീട്ടിലേക്കും കയറി ചെല്ലുന്നു. ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്നൊക്കെ ആയിരുന്നു അമ്മയുടെ അടുത്തും അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അടുത്ത സ്റ്റെപ്പൊക്കെ അവൻ വെക്കുമ്പോൾ തന്നെ വീടിന്റെ അകത്തേക്കൊക്കെ അവനും ഉറങ്ങി വീഴുന്നു. പിറ്റേന്ന് കണ്ണു തുറക്കുമ്പോഴത്തേക്കും അവനും സുഹണയും മകനെയൊക്കെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഞാനും പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അവൻ പോകാനായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇന്നലെ നീ പെർമിഷൻ ഒന്നും ഇല്ലാതെയാണ് വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും ഇത്തവണയും പെർമിഷൻ ഇല്ലാതെ പോവുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവനെയും നിർബന്ധിച്ചിരുത്തി ഫുഡൊക്കെ കൊടുക്കുകയാണ്. നിന്റെ പേരെന്താണ്? നിനക്ക് എങ്ങനെയാണ് സുഹിണെ അറിയാവുന്നത്? നിനക്ക് എത്ര വയസ്സായി? എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ അമ്മ നേരത്തേക്ക് ചോദിക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ ചോദിച്ച് അവനെ ബുദ്ധിമുട്ടിപ്പിക്കാതെ എന്നൊക്കെ സുഹിണും പറയുന്നുണ്ട്. പക്ഷെ അവനും എന്തൊക്കെ ചോദ്യം ചോദിച്ചാലും അതിനെല്ലാത്തിനും മറുപടി പറയുവാനായിട്ട് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഓൺഹോയും മകളെ കൂട്ടിക്കൊണ്ട് സുഹന്റെ വീട്ടിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും നേരത്തെ സുഹൺ പറഞ്ഞിട്ടുണ്ടായിരുന്ന അവളുടെ ക്രഷൊക്കെയാണ് അതേന്ന കാര്യമൊക്കെ ചെഹോണ് മനസ്സിലാവുകയാണ്. അങ്ങനെ കൃഷ്ണനെ കാണുവാനായിട്ട് ചെഹോൺ എത്തുമ്പോഴത്തേക്കുമാണ് ആ ഒരു ക്രഷ് ഉൺഹോ ആണെന്നുള്ള കാര്യമൊക്കെ അവരും മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.